എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തി. ഏതാണ്ട് 17 മണിക്കൂർ എടുത്താണ് പേടകം ഭൂമിയിലെത്തിച്ചത്. ഇന്ത്യൻ സമയം 3:27 അതായത് ഇന്ന് വെളുപ്പിന് 3:27 സുനിത വില്യംസ്, നിക്ക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ 9 ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചത്. തുടർന്ന് കടലിൽ നിന്ന് ഉയർത്തി ഷിപ്പിലേക്ക് കയറ്റി പേടകം കരയിലെത്തിച്ചു. 9 മാസത്തിലേറെയുള്ള കാത്തിരിപ്പിനൊടുവിൽ നാസ ശാസ്ത്രജ്ഞനായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 286 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിൽ 8 ദിവസത്തെ പരീക്ഷണ പറക്കൽ എന്ന ലക്ഷ്യത്തിലൂടെയായിരുന്നു അവരുടെ ദൗത്യം. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ ബഹിരാകാശത്ത് അവരുടെ സമയം നീണ്ടുനിന്നു. സ്റ്റാർലൈനിൻ്റെ ആദ്യ ഫ്ലൈറ്റിൻ്റെ ഭാഗമായി 2024 ജൂൺ 5 സുനിത വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ എത്തി. എന്താണ് സ്റ്റാർലൈനിൽ എന്ത് തെറ്റാണ് സംഭവിച്ചത്? ISSൽ എത്തിയതിന് തൊട്ടു പിന്നാലെ ഹീലിയം ചോർച്ചയും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ തകരാറുകളും ഉൾപ്പെടെ നിരവധി നിർണായക പ്രശ്നങ്ങൾ എഞ്ചിനീയർമാർ കണ്ടെത്തി. ഈ പ്രശ്നങ്ങൾ സ്റ്റാർലൈനിനെ മടക്കയാത്രയ്ക്ക് സുരക്ഷിതരല്ലാതാക്കി. ഒരു ഘട്ടത്തിൽ ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരിക്കുമ്പോൾ സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിൽ നിന്ന് വിചിത്രമായ ശബ്ദം പുറപ്പെടുന്നത് ബഹിരാകാശ യാത്രികർ കണ്ടെത്തി. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറോടെ മറ്റ് ദൗത്യങ്ങൾക്കായി ഡോക്കിംഗ് സ്ഥലം ശൂന്യമാക്കുന്നതായി സ്റ്റാർലൈനറിനെ ആളില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ നാസ തീരുമാനിച്ചു. ഇത് വില്യംസിനെയും വിൽമോറിനെയും ISSൽ ഫലപ്രദമായി തടഞ്ഞു. ദീർഘകാല താമസത്തിനിടയിൽ ബഹിരാകാശ യാത്രികർ ശാസ്ത്ര ഗവേഷണത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിവിധ മേഖലകളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം മെച്ചപ്പെടുത്തിയ 150-ലധികം പരീക്ഷണങ്ങളിൽ പങ്കെടുത്തു. ഒരു പുതിയ റിട്ടേൺ പ്ലാൻ അവർ തയ്യാറാക്കി. സുരക്ഷിതമായ തിരിച്ചുവരവിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കെ ക്രൂ 9 ദൗത്യത്തിൻ്റെ ഭാഗമായി വില്യംസിനെയും വിൽമോറിനും ഒരു സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ തിരിച്ചെത്താൻ നാസ ക്രമീകരണം ചെയ്തു. 2025 മാർച്ച് 17 ISSൽ വിജയകരമായി ഡോക്ക് ചെയ്ത ക്രൂ 10 പദ്ധതി. ക്രൂ 10 ടീമിൽ 4 ബഹിരാകാശ യാത്രികർ ഉണ്ടായിരുന്നു. അവർ വില്യംസിൽ നിന്നും വിൽമോറിൽ നിന്നും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ഇന്നലെ രാത്രി വൈകി ഫ്ലോറിഡ തീരത്ത് കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു. 9 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം വില്യംസും വിൽമോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടുന്നതിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കും. അവരുടെ ദീർഘദൗത്യത്തിനായി അവരുടെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ 2 ബഹിരാകാശ യാത്രികരും ബഹിരാകാശത്തെ തങ്ങളുടെ അതുല്യമായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് നാസയുടെ തുടർച്ചയായ പര്യവേഷണ ശ്രമങ്ങളിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.